എല്ലാവർക്കും ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാം. ഈ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 200 ഗ്രാം വെണ്ടയ്ക്കയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ സബോള, പിന്നെ ഓരോ ടേബിൾ സ്പൂൺ കടല, പരിപ്പ്, ഉഴുന്ന്, മല്ലി, പിന്നെ ഒരു 5-6 ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും. ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചുവട് കട്ടിയുള്ള പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം നേരം ഒന്നും വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഒരു ചെറിയൊരു സ്മെല്ല് വരും, അപ്പോഴത്തേക്ക് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം കേട്ടോ. ആ വെളിച്ചെണ്ണ ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ സബോള ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സബോള കണ്ട ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്തിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതേപോലെ തന്നെ എണ്ണയാണെങ്കിലും വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് മൂടി തുറന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഈ വെണ്ടയ്ക്ക വേവുന്ന നേരത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അത് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത്ര നല്ല ഫൈൻ പൗഡർ ആവുമൊന്നും വേണ്ട, ഒരു ഒരു തരിതരിപ്പോട് കൂടിയിട്ട് അതൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. ഏകദേശം നമ്മുടെ വെണ്ടയ്ക്ക നല്ല സോഫ്റ്റായിട്ട് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഈ നേരത്ത് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ നേരത്ത് ഫ്ലെയിം വളരെ ചെറുതായിട്ട് വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഈ പൊടികളെല്ലാം കൂടി ആ വെണ്ടയ്ക്കയിൽ നന്നായിട്ടൊന്ന് കോട്ടായിട്ട് വരണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ആ 1 മിനിറ്റിന് ശേഷം കണ്ട ഇതേപോലെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ കുറച്ചല്ലേ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, 1 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് ഇതേപോലെ വെറുതെ ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. അതെന്തിനാണെന്നറിയോ, ആ പൊടികളെല്ലാം കൂടി വീണ്ടും ആ വെണ്ടയ്ക്കയിലേക്ക് നല്ല പോലെ ഒന്ന് കോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ വെളിച്ചെണ്ണ ചേർക്കാം. എൻ്റെ ഡിഷസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഓയിൽ വളരെ കുറച്ചാണല്ലോ ഉപയോഗിക്കുന്നത്. നമ്മൾ ഏത് കറിക്കാണെങ്കിലും ഓയിലൊക്കെ കുറച്ച് കൂടുതൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് നമുക്ക് കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്കൊക്കെ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് കേട്ടോ ഇത്. അത് നമുക്ക് ഒരു ഈവനിങ് ചായേൻ്റെ കൂടെയൊക്കെ ഒരു സ്നാക്സായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനി അതല്ല എങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. പിന്നെ ചോറിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ടും ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാനും അതേ വളരെ എളുപ്പമാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പിന്നൊരു കാര്യം കൂടി, നമ്മുടെ ഈ ഡിഷ് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ വളരെ ടേസ്റ്റ്. അന്നേരം നല്ല ക്രിസ്പി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വളരെ സിമ്പിളും ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ.